morning devotion. I'm forever yours. Praise God, hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തില് ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാം. പലപ്പോഴും അതിന്റെ ഉദ്ദേശവും കാര്യങ്ങളും അർത്ഥവും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിക്കും, നമ്മൾ അങ്ങ് ചെയ്യും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുടെ കർത്താവിന്റെ ഒരു ഉദ്ദേശം നമുക്കറിയാം. സ്നാനം, കർത്താവിന്റെ മേശ, ഇങ്ങനെയുള്ള ക്രമങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. സ്നാനത്തെ കുറിച്ച് പറയുന്നത് കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പൊ ഈ സ്നാനത്തിലൂടെ നാം കർത്താവിനോട് ചേരുക. കർത്താവിന്റെ മേശയെ കുറിച്ച് പറയുന്നത് ഈ രക്തത്തിന്റെ കൂട്ടായ്മ, പാനപാത്രം രക്തത്തിന്റെ കൂട്ടായ്മ, നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ. അപ്പൊ ഈ കർത്താവിന്റെ മേശയും സ്നാനവും ഇതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്ന കർത്താവിനോട് ചേരുക എന്നത്. കർത്താവ് തന്നെ ശിഷ്യന്മാരെ തെരഞ്ഞെടുപ്പ് കർത്താവിന്റെ ഉദ്ദേശം ഇതാണ്: തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവ് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത് തന്നോടുകൂടി ഇരിക്കാനായിട്ട്. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അവർ പോയി എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ച് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. കർത്താവിന് വലിയ ആഗ്രഹം നമ്മോടുകൂടെ ചേർന്നിരിക്കാം. നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാം? ഈ ശുശ്രൂഷകളോ ഈ കാര്യങ്ങളെല്ലാം, നമ്മുടെ പ്രാർത്ഥനയായിട്ട്, ബൈബിൾ വായനയായിട്ട് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ചടങ്ങുകൾ തീർക്കാൻ വേണ്ടിയുള്ളതായിരിക്കരുത്. സ്നാനമാകട്ടെ, കർത്താവിന്റെ മേശയാകട്ടെ, മറ്റെന്ത് തരത്തിലുള്ള കുദാശകളോ കർമ്മങ്ങളോ ക്രിയകളോ ആചാരങ്ങളോ ആയിക്കോട്ടെ, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കർത്താവിനോട് ചേരുക എന്നതായിരിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനോട് കൂടി ചേരുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആ സ്നാനത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ മേശയുടെ പ്രധാന ഉദ്ദേശത്തെ മറന്ന് മറ്റു പല കാര്യങ്ങളിൽ നമ്മൾ തർക്കിച്ചും വാദിച്ചും സമയം കളയാറുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആചാരങ്ങൾക്ക് അപ്പുറമായിട്ട് അതിന്റെ ഉദ്ദേശത്തെ മനസ്സിലാക്കി കർത്താവിനോട് കൂടെ വസിക്കുന്ന, കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, അതെ, കർത്താവ് നിങ്ങളോട് ചേർന്നും നാം കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പകലായി ഇന്നത്തെ പകൽ മാറാനിടയാകട്ടെ. ജയകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു. God bless you. Amen.